മലപ്പുറത്തിന് ആശ്വാസമേകി നിപ്പ രോഗലക്ഷണം കാണിച്ച 13 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി. അതേസമയം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒതായി സ്വദേശിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രോഗിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. നിപ്പ ബാധിച്ചു മരിച്ച 23-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള 13 പേരാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ഇതിൽ 10 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് 13 പേരുടെയും ഫലം നെഗറ്റീവായത്. വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ 8 മുതൽ 10 ദിവസങ്ങൾക്കിടയിലാണ് തീവ്ര രോഗലക്ഷണങ്ങൾ കാണിക്കുക. സമ്പർക്ക പട്ടികയിലെ ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 26 പേർക്ക് പ്രതിരോധ മരുന്ന് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. രണ്ടാമതൊരാൾക്ക് രോഗമുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. രോഗവ്യാപനം തടയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തുന്നത്. ദുബായിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എത്തിയ എടവണ്ണ ഒതായി സ്വദേശിക്കാണ് എംപോക്സ് രോഗലക്ഷണങ്ങൾ കാണിച്ചത്. 175 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. അതിനുശേഷം ഇന്ന് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതായത് ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 26 പേരെയാണ്. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ കുമിളകളുമായി ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പരിശോധനയ്ക്കായി സ്രവ സാമ്പിളുകൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചു. 24 മലപ്പുറം.